ഈ കണ്ണ് കയറണതിന്റെ കാര്യം മാത്രം ചോദിക്കരുത്. ചട്ടുചോറിന് കിട്ടാൻ ഞാൻ എണ്ണീട്ടില്ല. ഇതിൽ ഐറ്റം ആണെങ്കിൽ ഞാൻ പറയും 14 ഐറ്റംസ് ഉണ്ട്. കാരണം വീഡിയോ പിടിച്ചിട്ടുള്ളതുകൊണ്ട് 5 മണി 5 മണിക്ക് കട തുറക്കും. 5 മണിക്ക് തുറക്കും. ഞാൻ കയറുമ്പോ 7:30 5 മണിയാകുമ്പോൾ തുറക്കും. അടിയിൽ എന്തെങ്കിലും, അതായത് ചിക്കന്റെയോ ബീഫിന്റെയോ എന്തെങ്കിലും ഒരു കറി നമ്മൾ സെറ്റ് ആക്കിയിട്ടാണ് പിന്നെ ചോറിടുന്നത്. കടയുടെ പേര് വീട്ടിലെ ഊണ്. വീട്ടിലെ ഊണ്. ഓക്കെ. ഇപ്പൊ പഴങ്കഞ്ഞി കടയെന്നാണ് പറയണത് എല്ലാരും. ഇപ്പൊ പഴങ്കഞ്ഞി കടയിൽ വീട്ടിലെ ഊണൊക്കെ പോയി. നമ്മുടെ കല്ലറ ഏരിയയിൽ പഴങ്കഞ്ഞിയും ചട്ടിച്ചോറും കിട്ടുന്ന ഒരേ ഒരു കട ഇതാണ്. അപ്പൊ ഈ കടയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താത്ത ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഇവിടെ സ്പെഷ്യൽ എന്ന് പറയാൻ ചട്ടിച്ചോറ്, പഴങ്കഞ്ഞി, ഊണ്, കപ്പ ബീഫ്. രാവിലെ എത്ര മണിക്ക് പഴങ്കഞ്ഞിയൊക്കെ ആവും? 8:30 മണിയാകുമ്പോ പഴങ്കഞ്ഞി ഇറങ്ങിയ 8:30 ആകുമ്പോ. ചട്ടിച്ചോറ് എത്ര മണിക്കാണ്? ചട്ടിച്ചോറ് ഉച്ചയ്ക്ക് ചോറാവുമ്പോഴേ ചട്ടിച്ചോറാവുള്ളൂ. ഊണാവുമ്പോഴേ, അതായത് ഒരു 12 മണിയോടുകൂടി. ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് പഴങ്കഞ്ഞി. പഴങ്കഞ്ഞിയോടൊപ്പം കിട്ടുന്ന കറികൾ ഇതൊക്കെയാണ്. താത്ത ഒരു പഴങ്കഞ്ഞിയിൽ എന്തൊക്കെ ഐറ്റംസ് ചേർത്താ കൊടുക്കുന്നത്? നമ്മള് ചട്ടിയിൽ ചോറ്, കപ്പ, അതായത് കിഴങ്ങ്, പിന്നെ കട്ടത്തൈര് ഉണ്ടാവും, ഒരു പച്ചമുളക്, പിന്നെ മാങ്ങ ഉപ്പിലിട്ട ഇവിടെ അകത്തുണ്ടാവും. ഇത് ഇത്രയാണ് ഇതിൽ കൊടുക്കുന്നത്, ചട്ടിയിലുണ്ടാവുക. പിന്നെ ഇത് അതിനോടൊപ്പം കൊടുക്കുന്ന കറികൾ ഒരു ചമ്മന്തി, ഇതൊരു മുളക് ഉടച്ച ചമ്മന്തി, ഒരു കരുവാട്, ഒരു തൈര് മുളക്, അവിയല്, അച്ചാറ്, സവാള, ഒരു പപ്പടം. ഇതിൽ മൊത്തം 8 ഐറ്റംസ് ഈ ഒരു ചെറിയ പാത്രത്തിൽ ഒപ്പം ഉണ്ടാവും. പിന്നെ ചില ദിവസങ്ങളിൽ മാങ്ങയായിരിക്കും, ചില ദിവസം നെല്ലിക്ക, അല്ലെങ്കിൽ കാരക്ക കിട്ടുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ഉപ്പിലിട്ട് ഒരു പഴങ്കഞ്ഞിയോടൊപ്പം ഉണ്ടാവും. രസം ഉണ്ടാവും. സാമ്പാറ്, പുളിശ്ശേരി, മീൻകറിയും പഴങ്കഞ്ഞിയോടൊപ്പം ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 80 രൂപയ്ക്കാണ്. ചട്ടിച്ചോറിൽ എത്ര ഐറ്റം ഉണ്ടാവും? ചട്ടുചോറിന് കിട്ടാൻ ഞാൻ എണ്ണീട്ടില്ല. ഇതിൽ ഐറ്റം ആണെങ്കിൽ ഞാൻ പറയും 14 ഐറ്റംസ് ഉണ്ട്. കാരണം വീഡിയോ പിടിച്ചിട്ടുള്ളതുകൊണ്ട് ചട്ടിച്ചോറിൽ ഞാൻ പറയാമേ. ചിക്കൻ, ബീഫ്, മുട്ട, മീൻ, അത് 4. 1 2 3 4. താത്ത ഇവിടുത്തെ ചട്ടിച്ചോറിൽ എത്ര ഐറ്റംസ് ഉണ്ടാവും? ചട്ടിച്ചോറില് നമ്മള് ചട്ടിയിലാണ് ചോറ് കൊടുക്കുന്നത് തന്നെ. ചട്ടിച്ചോറില് അതില് ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, മുട്ട ഓംപ്ലേറ്റ്, മീൻ പൊരിച്ചത്, പിന്നെ അവിയല്, തോരൻ, അച്ചാറ്, പച്ചടി, ഇത്രയും ചോറ്റില്. എന്നിട്ട് ചമ്മന്തി, ഒരു തൈര് മുളകും ഉണ്ടാവും. ഇത് ഇത്രയും ചട്ടിച്ചോറിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ ചട്ടി എടുത്ത് അടിയിൽ എന്തെങ്കിലും, അതായത് ചിക്കന്റെയോ ബീഫിന്റെയോ എന്തെങ്കിലും ഒരു കറി നമ്മൾ സെറ്റ് ആക്കിയിട്ടാണ് പിന്നെ ചോറിടുന്നത്. ചോറിട്ട് നല്ല ഇതാക്കിയാണ് നമ്മൾ ചട്ടി. അപ്പൊ ആ ഒരു ഫ്ലേവർ റൈസിലും കിട്ടുമല്ലേ? ചോറിനടിയിലും കഴിക്കാനായിട്ട് ഗ്രേവി ടേസ്റ്റ് ആണ് കഴിക്കാൻ. അതിനോടൊപ്പം ഊണിന്റെ കറികളെല്ലാം അതിനോടൊപ്പം ഉണ്ടാവും. ചട്ടിച്ചോറ് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 230. അത് ബീഫും ചിക്കൻ ഫ്രൈയും എല്ലാം ഉൾപ്പെടെയാണ്. ചിക്കൻ ഫ്രൈ, മീൻ പൊരിച്ചത്, ഓംപ്ലേറ്റും ഒക്കെ ഉണ്ടാവും. അപ്പം മൊത്തത്തിൽ നോൺ വെജ് ഉൾപ്പെടുത്തിയിട്ടാണ് ചട്ടിച്ചോറ് തയ്യാറാക്കിയത്. ഇവിടെ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഐറ്റം പഴങ്കഞ്ഞിക്കാണ്. കപ്പ ബീഫ് പഴങ്കഞ്ഞി, പിന്നെ നമ്മളെ ഊണ് പറയത്തില്ല, ഊണ് മെയിനാണ്. പക്ഷേ ഇപ്പൊ പഴങ്കഞ്ഞിയാണ് എല്ലാവർക്കും. പഴങ്കഞ്ഞി കഴിക്കാനാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. ഇവിടെ കട തുടങ്ങിയിട്ട് എത്ര നാളാവും? നമ്മള് 8 വർഷമായി കട തുടങ്ങിയിട്ട്. പക്ഷെ 2 വർഷമായി പഴങ്കഞ്ഞി തുടങ്ങിയിട്ട് 2 വർഷം. ഞങ്ങള് ഊണ്, കപ്പ ബീഫ് ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഈ 2 വർഷം കൊണ്ടാണ് പഴങ്കഞ്ഞി. താത്തയുടെ പേരെന്താണ്? എന്റെ പേര് ദീന. ഇവിടെ ഫാമിലി ചേർന്ന് തന്നെയാണ്? ഞങ്ങളെ വീട് കടയുടെ ബേക്കിലാണ്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് കൂടുതലും? ഹസ്ബൻഡും താത്തയും കൂടി തന്നെയാണ് കട നടത്തുന്നത്. ഒപ്പം സഹായിക്കാനൊക്കെ ഒരു താത്ത ഉണ്ട്, ഒരു ചേച്ചിയുണ്ട്, പിന്നെ ഒരു അഞ്ജലി എന്നും പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവളൊന്നും വന്നില്ല. രാവിലെ എത്ര മണിക്ക് ഇവിടെ കട തുറക്കും? 5 മണി. 5 മണിക്ക് കട തുറക്കും. 5 മണിക്ക് തുറക്കും. ഞാൻ കയറുമ്പോ 7:30 5 മണിയാകുമ്പോൾ തുറക്കും. 5 മണിക്ക് കട തുറക്കും. ഭക്ഷണമൊക്കെ റെഡി ആവുന്ന എത്ര മണിക്കായിരിക്കും? 6 മണിയാകുമ്പോൾ കാപ്പിയാവും. 6 മണിയാകുമ്പോൾ കാപ്പിയാവും. 8:30 മണിയാകുമ്പോൾ പഴങ്കഞ്ഞിയാവും. 8:30 മണിയാകുമ്പോൾ പഴങ്കഞ്ഞിയാവും. 8:30 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴങ്കഞ്ഞി കഴിക്കാം. ഉച്ചയ്ക്ക് ചട്ടിച്ചോറ് കഴിക്കണമെങ്കിൽ 12 മണി. ഊണ് റെഡി ആവുന്ന അനുസരിച്ചാണ് ചട്ടിച്ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റുക. ഭാവിയിൽ ബിരിയാണി ഒക്കെ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടോ? ബിരിയാണി ഉണ്ട്. ഞങ്ങൾ കുറച്ച് വെക്കും. അതിനത്രേ വെക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ആയിട്ട് പഴങ്കഞ്ഞി, ഊണ്, കപ്പ ബീഫ്. അതാണ് ചിലരൊക്കെ വന്ന് ബിരിയാണി ഉണ്ടോ എന്ന് ചോദിക്കാം. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കുറച്ച് ബിരിയാണി കരുതിയിട്ടുണ്ട്. ബിരിയാണി ഈ
കണ്ണു കയറണതിന്റെ കാര്യം മാത്രം ചോദിക്കരുത്. കട കുറച്ചും കൂടെ ഡെവലപ്പ് ആക്കണോടെ, കുറച്ചുകൂടി ഡെവലപ്പ് ആക്കണം. ഇപ്പൊ ഈ പുക വരുന്നുണ്ടല്ലേ, ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്. വിറകടുപ്പില്ല കൂടുതലും പാചകം? നമ്മൾ വിറകടുപ്പിലാണ്. ഇപ്പൊ ഈ ഗ്യാസിന്റെ പ്രശ്നം വന്നപ്പോൾ മൊത്തം വിറകടുപ്പിൽ തന്നെ. ഓ, അതിനുശേഷം പിന്നെ ഈ വിറകിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അത് നല്ല രുചിയായിരിക്കത്തില്ലേ വിറകടുപ്പിൽ തയ്യാറാക്കുന്ന ഭക്ഷണമല്ലേ കൂടുതലും ടേസ്റ്റ് ആയിട്ടുണ്ടാവുക? ഹെൽത്തി ഫുഡാണ്. ഇത് ഊണിനുള്ള, ഇത് ഊണിനായിട്ട് മീൻകറി, സാമ്പാറ്. പിന്നെ ഞായറാഴ്ച ദിവസം ഇവിടെ കാണൂല, അവധിയാണ്. ഞായർ അവധിയാണ്. ഈ കടയുടെ ലൊക്കേഷൻ എവിടെയാണ്? ഇത് കല്ലറ പാങ്ങോട്, അതിന്റെ ഇടയിൽ കച്ചോണം എന്ന് പറയും. കച്ചോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കട. കടയുടെ പേര് വീട്ടിലെ ഊണ്. വീട്ടിലെ ഊണ്. ഓക്കെ. ഇപ്പൊ പഴങ്കഞ്ഞി കടയെന്നാണ് പറയണ എല്ലാരും. ഇപ്പൊ പഴങ്കഞ്ഞി കടയെന്ന്. വീട്ടിലെ ഊണൊക്കെ പോയി.